രാജ്യത്തെ ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങുന്നവരിൽ ഒരാളായി ടാറ്റാ സൺസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് ഈ സാമ്പത്തിക വർഷം അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ 15% വർധനവുണ്ടായതായി ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്യുന്നു. ടാറ്റാ സൺസിന്റെ ലാഭത്തിൽ കുറവുണ്ടായിട്ടും ചന്ദ്രശേഖരന്റെ ശമ്പളം കുത്തനെ ഉയർന്നു എന്നത് ശ്രദ്ധേയമാണ്. ഈ സാമ്പത്തിക വർഷം ചന്ദ്രശേഖരൻ ആകെ 115.81 കോടി രൂപയാണ് പ്രതിഫലമായി നേടിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് 135 കോടി രൂപയായിരുന്നു. അതായത് ഒറ്റ വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ 15% വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഭീമമായ തുകയിൽ 15.1 കോടി രൂപ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമാണ്. ബാക്കി 140.7 കോടി രൂപ ലാഭത്തിന്റെ കമ്മീഷനായി ലഭിച്ചതാണ്. ടാറ്റാ സൺസിന്റെ ലാഭത്തിൽ കാര്യമായ ഇടിവ് നേരിടുന്നതിനിടെയാണ് ഈ ശമ്പള വർധന. 2024 സാമ്പത്തിക വർഷത്തിൽ 34,654 കോടി രൂപയായിരുന്ന ടാറ്റാ സൺസിന്റെ ലാഭം 2025 ഇത് 26,232 കോടി രൂപയായി കുറഞ്ഞു. അതായത് 24.3% കുറവ്. മറ്റ് ടാറ്റ മേധാവികളുടെ വരുമാനം. ടാറ്റാ സൺസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായ സൗരഭ് അഗ്രവാളിന്റെ ശമ്പളം 7.7% വർദ്ധിച്ച് 32.7 കോടി രൂപയായി. ശമ്പളവും ലാഭവിഹിതവും ഇതിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ ഒക്ടോബർ രതൻ ടാറ്റയുടെ നിര്യാണത്തെ തുടർന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ചേർന്ന നോയൽ ടാറ്റയ്ക്ക് ലാഭവിഹിതമായി 1.42 കോടി രൂപ ലഭിച്ചു. കഴിഞ്ഞ മാർച്ചിൽ വിരമിച്ച ബോർഡ് അംഗം ലിയോ പുരിക്ക് 3.13 കോടി രൂപയും 2024 ഓഗസ്റ്റിൽ വിരമിച്ച ഭാസ്കർ ഭട്ടിന് 1.33 കോടി രൂപയും ലഭിച്ചു. എന്നാൽ ടാറ്റ ട്രസ്റ്റ് പ്രതിനിധിയായ വേണു ശ്രീനിവാസൻ തന്റെ നിയമനം മുതൽ കമ്മീഷൻ വാങ്ങുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്.